ഹലോ, വെൽക്കം ബാക്ക് ടു അസാസ്റ്റ്. നമ്മൾ നോക്കാൻ പോകുന്നത് ഡിസ്പ്ലേ ടെക്നോളജീസിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മൾ 2 പാർട്ടായിട്ടാണ് ചെയ്യാൻ തീരുമാനിച്ചത്. ഫസ്റ്റ് നമുക്ക് കുറച്ച് ബേസ് ആയിട്ടുള്ള ടേംസ് അറിയണം, അല്ലെങ്കിൽ നമ്മൾ ഡിസ്പ്ലേയിൽ എന്താണ് നോക്കണ്ടേ, എന്താണ് ഒരു ഡിസ്പ്ലേ നല്ലതാക്കണമെന്ന് അറിയണം. എന്നാലേ നമ്മൾ ഈ ഡിസ്പ്ലേ ടെക്നോളജീസിനെ പറയുമ്പോൾ ഓക്കെ ഇത് നല്ലതാണ് ഇത് ചീത്തയാണ് എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ നോക്കേണ്ട ഏറ്റവും ആദ്യത്തെ കാര്യമാണ് നമുക്ക് വ്യൂയിങ് ആംഗിൾ. വ്യൂയിങ് ആംഗിൾ എന്ന് പറഞ്ഞു വെച്ചാൽ നമ്മളൊരു പഴയ CRT മോണിറ്റർ അല്ലെങ്കിൽ അതിന് മുന്നേറ്റതോ അല്ലെങ്കിൽ ആദ്യകാലത്തെ LCD TV ഒക്കെ വാങ്ങിച്ചവർക്ക് അറിയാം. നമ്മളത് നേരാവണ്ണം സെൻറ്ററിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് നേരാവണ്ണം എല്ലാ കാര്യങ്ങളും കറക്റ്റായി കാണും. പക്ഷെ നമ്മൾ കുറച്ച് ലെഫ്റ്റിക്കോ റൈറ്റിക്കോ പോയി കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ക്വാളിറ്റി ഭയങ്കര ഡിക്റ്റേറ്റ് ചെയ്യാൻ കാണാം. അതായത് നെഗറ്റീവിൽ കാണുന്ന ഒരു ഫീലൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് എത്ര ആംഗിൾ വരെ പോയാൽ ഈ ഒരു എഫക്ട്സ് ഒന്നും ഇല്ലാണ്ട് അത്യാവശ്യം നല്ല വൃത്തിക്ക് തന്നെ കാണാം എന്നുള്ളതാണ് ഏറ്റവും ബേസ് ആയിട്ടുള്ള ഒരു കാര്യം, വ്യൂയിങ് ആംഗിൾ. അടുത്തതാണ് ബ്രൈറ്റ്നസ്. ബ്രൈറ്റ്നസ് എന്ന് പറഞ്ഞു വെച്ചാൽ ലൈക്ക് ഡിസ്പ്ലേ എത്ര ബ്രൈറ്റ് ആവണം എന്നുള്ളത്. ഫോർ എക്സാമ്പിൾ ഒരു ആവറേജ് ഇപ്പോഴത്തെ ഒരു ഫോണൊക്കെ ഒരു 500-600 നിറ്റ്സ് വരെ ബ്രൈറ്റ്നസ് എത്താറുണ്ട് നോർമൽ കണ്ടീഷൻസിൽ. അപ്പോൾ ലൈക്ക് നമുക്ക് ബ്രൈറ്റ്നസ് കൂടുന്തോറും 2 ഉപകാരങ്ങളുണ്ട്. ഒന്ന് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ കാണുന്ന സാധനങ്ങളൊക്കെ കുറേയും കൂടി വൃത്തിക്ക് അല്ലെങ്കിൽ കുറച്ചുകൂടി ഒരു പോപ്പ് ഔട്ട് ചെയ്ത് കാണും. രണ്ടാമത്തെ ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്, നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ ഫോണൊക്കെ എസ്പെഷ്യലി നമ്മൾ യൂസ് ചെയ്യുമ്പോൾ പുറത്താണല്ലോ യൂസ് ചെയ്യുക. അപ്പോൾ നമുക്ക് വെയിലോ അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ നല്ല വെളിച്ചം ഉണ്ടെങ്കിൽ നമുക്ക് നേരാവണ്ണം കാണാനും അല്ലെങ്കിൽ ലൈക്ക് ഉള്ള കണ്ടന്റ് നേരാവണ്ണം ആസ്വദിക്കാനും ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇതാണ് ബ്രൈറ്റ്നസ്. അത് കഴിഞ്ഞിട്ട് പിന്നെയുള്ള കാര്യമാണ് റിഫ്രഷ് റേറ്റ്. റിഫ്രഷ് റേറ്റ് എന്ന് പറഞ്ഞാൽ സെക്കൻഡിൽ എത്ര വട്ടം വെച്ചിട്ട് ഒരു പുതിയ ഇമേജ് വരുന്നു. നമുക്കറിയാമല്ലോ വീഡിയോ അല്ലെങ്കിൽ എൻ്റെ അനിമേഷൻസ് ഒക്കെ വർക്ക് ആവുന്നത് സെക്കൻഡിൽ കുറേ ഇമേജസ് ചെറിയ ചേഞ്ച് വെച്ചിട്ട് വരുമ്പോൾ നമുക്കത് നമ്മളൊരു കണ്ണത് വീഡിയോ ആയിട്ട് പെർസീവ് ചെയ്യാൻ കൊണ്ടാണ് തന്നെ. അപ്പോൾ അങ്ങനെ എത്ര വട്ടം സെക്കൻഡിൽ വരുന്നു എന്നുള്ളത്. പിന്നെ ഒരു കാര്യമാണ് നമുക്ക് ബേസ് ആയിട്ട് നോക്കുമ്പോൾ ഉള്ളത് കോൺട്രാസ്റ്റ് റേഷ്യോ. കോൺട്രാസ്റ്റ് റേഷ്യോ നിങ്ങളിപ്പോൾ ഈ ഫോണിൻ്റെ ഒക്കെ അഡ്വർടൈസ്മെൻറ്റിൽ കണ്ടിട്ടുണ്ടാവും 1:infinity കോൺട്രാസ്റ്റ് റേഷ്യോ എന്നൊക്കെ. ഈ കോൺട്രാസ്റ്റ് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു വൈറ്റ് പിക്സലും ഒരു ബ്ലാക്ക് പിക്സലും തൊട്ടടുത്തടുത്ത ഇതിൽ വന്നാൽ എത്ര ദൂരം വരെ ആ സാധനം മനസ്സിലാക്കാം എന്നുള്ളതാണ്. അതായത് ലൈക്ക് ഒരു പിക്സല് വൈറ്റും ഒരു പിക്സല് ബ്ലാക്കും ആണെങ്കിൽ ലൈക്ക് ഫോർ എക്സാമ്പിൾ ഒരു LCD ഒക്കെ ആണെങ്കിൽ എന്ത് പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര വലിയ ഗ്രേ ടു ഗ്രേ ഇതുണ്ടാവില്ല. അതായത് കുറേ കൂടി ഡാർക്ക് ആയിരിക്കില്ല. സോ ലൈക്ക് ഒരു ഗ്രേഡിൻ്റെ പോലെ ഒന്ന് വൈറ്റ് ആവാം, മറ്റേത് ഒരു ഗ്രേഷ് കളറേ ആവുള്ളൂ, ബ്ലാക്ക് ആവില്ല. അപ്പോൾ എത്രത്തോളം ബ്ലാക്ക് ആവും എന്നുള്ളതാണ് എന്ത് ഈ പറഞ്ഞ കോൺട്രാസ്റ്റ് റേഷ്യോ. ഇപ്പോൾ AMOLED ഡിസ്പ്ലേ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇൻഫിനിറ്റി എന്ന് പറയാൻ കാരണം തൊട്ടടുത്ത പിക്സൽ പക്ക ബ്ലാക്ക് ആയിരിക്കും. അപ്പോൾ അവിടെ എന്തിൻ്റെ പ്രശ്നം വരുന്നില്ല, നമുക്കൊരു ഗ്രേൻ്റെ ഇഷ്യൂ വരുന്നില്ല. അതുകൊണ്ടാണ് ഇൻഫിനിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ഡിസ്പ്ലേ ടെക്നോളജീസിലേക്ക് കടക്കാം. ഇതൊക്കെയാണ് നിങ്ങൾക്ക് ബേസിക് ആയിട്ട് അറിയേണ്ട കാര്യങ്ങൾ. ഏറ്റവും ആദ്യം നമുക്ക് ഏറ്റവും പഴയ ടെക്നോളജീസിൽ നിന്ന് തുടങ്ങാം. ഇപ്പോൾ യൂസിലുള്ള ഏറ്റവും പഴയ ടെക്നോളജിയിൽ നിന്ന് തുടങ്ങാം. ഇപ്പോൾ ലൈക്ക് നമുക്ക് ഏറ്റവും മിനിമം അതായത് ഇപ്പോൾ ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ടുള്ള ലാപ്ടോപ്പിലൊക്കെ കിട്ടുന്ന ടെക്നോളജിയാണ് TN പാനൽ എന്ന് പറയും. ലൈക്ക് നിങ്ങൾ ഈ ഒരു 30,000 കടിയുള്ള HP അല്ലെങ്കിൽ Acerൻ്റെ ഒക്കെ ഡിസ്പ്ലേ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാം TN പാനൽ എന്ന് എഴുതിയിട്ടുണ്ടാവും. അതാണ് ലൈക്ക് ഇപ്പോൾ ഉള്ളതിൽ ഏറ്റവും പഴക്കം ചെന്നൊരു ലൈക്ക് ഏറ്റവും വേസ്റ്റ് ആയിട്ടുള്ള നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ഡിസ്പ്ലേ ടെക്നോളജി. ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ചീപ്പാണ് ഉണ്ടാക്കാൻ ഒബ്വിയസ്ലി. ഇത് ലൈക്ക് നമുക്കൊരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ഭയങ്കര ഒരു മോശമായിട്ടുള്ള ഇമേജ് ക്വാളിറ്റിയാണ്. ലൈക്ക് കളർ അക്യൂറസി വലുതായിട്ടുണ്ടാവില്ല, അതേപോലെ തന്നെ ബ്രൈറ്റ്നസ് വലുതായിട്ടുണ്ടാവില്ല. ഇപ്പോൾ യൂഷ്വലി TN പാനൽസിനൊക്കെ ബ്രൈറ്റ്നസ് വരുന്നത് 200 അല്ലെങ്കിൽ 250 നിറ്റ്സൊക്കെ മാക്സിമം വരുന്നത്. 200 അല്ലെങ്കിൽ അതിൻ്റെ അടിയിൽ ചില ഇതൊക്കെ 150 നിറ്റ്സാണ് വരാറ്. അങ്ങനെ ബ്രൈറ്റ്നസ് കുറവാണ്. അതേപോലെ തന്നെ വ്യൂയിങ് ആംഗിൾ ഭയങ്കര മോശമാണ്. ലൈക്ക് നമ്മൾ ഏകദേശം ഒരു 30 ഡിഗ്രി കൂടുതൽ സെൻറ്ററിൽ നിന്ന് മാറിയാൽ തന്നെ ഭയങ്കര മോശമായിട്ടുള്ള ഇമേജ് ക്വാളിറ്റിയാണ് തരാറ്. അതേപോലെ തന്നെ ലൈക്ക് റെസ്പോൺസ് ടൈം ഭയങ്കര കൂടുതലാണ്. റെസ്പോൺസ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ ഈ ചീപ്പായിട്ട് സെക്കൻഡ് ഡിസ്പ്ലേ ഒക്കെ ഫോണിൽ വാങ്ങിയിട്ട് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ മറ്റേ ഇതിട്ട് ഉരയ്ക്കണ പോലെ ഒരു ഇതുണ്ടാവും. അതായത് ലൈക്ക് ഈ വലിക്കുമ്പോൾ ഇങ്ങനെ പാട് വരുന്ന പോലെ ഉണ്ടാവും. അത് റെസ്പോൺസ് ടൈം കുറഞ്ഞതുകൊണ്ടാണ്. അതായത് ഒരു പിക്സൽ ഒരു കളറിൽ നിന്ന് മാറി വേറെ കളറാവാൻ എത്ര ടൈം എടുക്കും എന്നുള്ളതാണ് റെസ്പോൺസ് ടൈം. അപ്പോൾ അത് ഭയങ്കര കൂടുതലാണ്. സോ അങ്ങനെ ഓവറോൾ വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ ഏതൊരു ബഡ്ജറ്റിലാണെങ്കിലും ഈവൻ ഇപ്പോൾ 25,000 തന്നെയാണെങ്കിലും വാങ്ങിക്കഴിഞ്ഞാൽ ഒട്ടും സജസ്റ്റ് ചെയ്യാത്തൊരു ഇതാണ്. ഇപ്പോൾ ഒരുവിധ സ്ഥലത്തൊക്കെ ഫേസ്ഡ് ഔട്ട് ആയി കഴിഞ്ഞു. നമ്മുടെ പണ്ടത്തെ 2010-12 റേഞ്ചിലൊക്കെ ഉള്ള ഫോണുകളിലൊക്കെ അത് വന്നിരുന്നു. ഇപ്പോൾ ബേസിക്കലി അതൊരു യൂണിവേഴ്സലി ഫേസ്ഡ് ഔട്ട് ആയിട്ടൊരു ടെക്നോളജിയാണ് ഈ TN പാനൽ എന്ന് പറഞ്ഞത്. പിന്നെ നമുക്കിപ്പോൾ യൂണിവേഴ്സലായിട്ട് എല്ലായിടത്തും അവൈലബിൾ ആയിട്ടുള്ള ഒരു ടെക്നോളജിയാണ് എന്ത് ഈ പറയുന്ന LCD TFT LCD അല്ലെങ്കിൽ IPS LCD എന്നൊക്കെ പറഞ്ഞത്. LCD എന്നൊരു ടെക്നോളജി തന്നെ ചെറിയ ഇമ്പ്രൂവ്മെൻറ്റ്സോ അല്ലെങ്കിൽ ചേഞ്ചസോ ഉള്ള വേർഷൻസാണ്. അപ്പോൾ ഇത് മൂന്നും നമുക്ക് കോമൺ ആയിട്ട് തന്നെ പറയാം. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ നമുക്ക് കൊമേഴ്ഷ്യലി അവൈലബിൾ ആയിട്ടുള്ള എല്ലാ LCDയും ഏകദേശം ഒരു ക്വാളിറ്റി ഉള്ളതാണ്. ഓക്കെ, അപ്പോൾ ഏറ്റവും ആദ്യമാണ് വ്യൂയിങ് ആംഗിൾ. TN പാനലിനേക്കാളും വളരെ ബെറ്ററാണ്. അതായത് TN പാനൽ നമുക്കൊരു 30 ഡിഗ്രി ആണെങ്കിൽ
ഒരുവിധം എല്ലാ LCD പാനൽസും 170 ഡിഗ്രി ഒക്കെ വരെ നമുക്ക് വ്യൂയിങ് ആംഗിൾ തരുന്നുണ്ട്. അതേപോലെ തന്നെ കളർ അക്യൂറസി കൂടിയതും കൂടിയ LCD പാനൽസും ഉണ്ട്. ഫോർ എക്സാമ്പിൾ നമുക്ക് ഹൈ എൻഡിലൊക്കെ വരുന്ന LCD പാനൽ 400 അല്ലെങ്കിൽ 500 നിറ്റ്സ് വരെ ബ്രൈറ്റ്നസ്സും അതേപോലെ തന്നെ ഫുൾ sRGB അല്ലെങ്കിൽ Adobe RGB കളർ ഗാമറ്റൊക്കെ കവർ ചെയ്യുന്ന ഡിസ്പ്ലേസ് ആണ് വരുന്നത്. അതേപോലെ തന്നെ റിഫ്രഷ് റേറ്റ് നല്ലതാണ്. അതേപോലെ തന്നെ പിക്സൽ റെസ്പോൺസ് ടൈം അത്യാവശ്യം കുറവാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഗെയിമിംഗ് നിങ്ങൾ വാങ്ങിക്കുന്ന ഒരുവിധം എല്ലാ ഗെയിമിംഗ് ലാപ്ടോപ്പിലും ഉണ്ടാവാൻ ചാൻസ് ഉള്ളത് എന്താണ്, LCD ഡിസ്പ്ലേ ആണ്. LCDൻ്റെ 125 അല്ലെങ്കിൽ 240 അല്ലെങ്കിൽ ഇപ്പോൾ 540 ഹെർട്സ് ഒക്കെ വരുന്ന Acerൻ്റെ ഡിസ്പ്ലേ പുതിയ ഇറങ്ങിയിട്ടുണ്ട്. അതൊക്കെ LCD പാനലാണ്. അതേപോലെ തന്നെ റെസ്പോൺസ് ടൈം കുറവാണ്, നല്ല കളർ അക്യൂറസി ഉണ്ട്. ഈ നമ്മൾ പ്രൊഫഷണലി ക്രിയേറ്റ് ചെയ്യുമ്പോൾ സിനിമ ക്രിയേറ്റ് ചെയ്യുമ്പോൾ HDR മാസ്റ്റർ യൂസ് ചെയ്യുന്നത് LCD ഡിസ്പ്ലേ ആണ്. അത് 5000 നിറ്റ്സ് വരെയൊക്കെ പീക്ക് ബ്രൈറ്റ്നസ് എത്തുന്ന തരം ഡിസ്പ്ലേസ് LCD ടെക്നോളജിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ബേസ് ലെവൽ എന്നുള്ള രീതിയിൽ നമ്മൾ വാങ്ങിക്കുമ്പോൾ ഏറ്റവും ബേസ് ആയിട്ട് നല്ലൊരു ഡിസ്പ്ലേ എന്ന് വാങ്ങിക്കാൻ പറ്റുന്നത് TV-യിലായാലും ഫോണിലായാലും ലാപ്ടോപ്പിലായാലും കമ്പ്യൂട്ടറിൻ്റെ മോണിറ്ററിലായാലും എല്ലാം ഈ LCD ഡിസ്പ്ലേ ആണ്. ഇത് അതായത് നമുക്ക് ചീപ്പോ ആണ്, എന്നാൽ അത്യാവശ്യം നല്ല ക്വാളിറ്റിയും തരുന്നുണ്ട്, ഒന്നും മോശമല്ല. പിന്നെ എന്താ വെച്ചാൽ നമ്മുടെ ഈ ഒരു വില കുറഞ്ഞ ലാപ്പൊക്കെ വാങ്ങിക്കുമ്പോൾ നമുക്ക് എന്തുണ്ടാവും, ഈ കളർ ഗാമറ്റ് കുറവായിരിക്കും, അല്ലെങ്കിൽ 250 നിറ്റ്സ് ബ്രൈറ്റ്നസ്സേ ഉണ്ടാവുള്ളൂ എന്നുള്ള കുറച്ച് ഇഷ്യൂസൊക്കെ ഉണ്ട്. എന്നിരുന്നാലും ഓവറോൾ അത് ബെറ്റർ ആയിരിക്കും. അടുത്തത് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള TV-യിൽ കാണുന്ന ഒരു സംഭവമാണ് QLED. നിങ്ങളിപ്പോൾ കാണുന്നുണ്ടാവും ഒരു 20-25 റേഞ്ചിലൊക്കെ നമുക്ക് QLED പാനൽസ് കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ QLED പാനൽസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ LCD പാനൽ പറഞ്ഞു അത്യാവശ്യം നല്ലതാണെന്ന്. പക്ഷേ അതൊരു ഫുൾ ബാക്ക് ലൈറ്റ് പാനലിൽ നിന്ന് കളർ ഒരു വൈറ്റ് ലൈറ്റാണ് എമിറ്റ് ചെയ്യുക. അതിൽ നിന്ന് ഓരോ പിക്സലും കളർ ഉണ്ടാക്കണേ കൊണ്ട് അതിൻ്റെ ഒരു സാച്ചുറേഷൻ കുറവായിരിക്കും. കാരണം കുറേ ലേയേഴ്സ് കടന്നു വരുന്നത് കൊണ്ട് ആ ഒരു ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി അല്ലെങ്കിൽ സാച്ചുറേഷൻ കുറവായിരിക്കും സാധാരണ LCD പാനലിൽ. അപ്പോൾ അത് മാറ്റിയിട്ട് ഈ ക്വാണ്ടം ഡോട്ട് LED ആണ് QLED. അപ്പോൾ അതിലെന്ത് പറ്റും വെച്ചാൽ നമുക്ക് കുറേയും കൂടിയും കുറച്ചുകൂടി ഒരു ബെറ്റർ ആയിട്ടുള്ള കളർ കിട്ടും, കുറച്ചുകൂടി എക്സ്ട്രാ സാച്ചുറേഷൻ കിട്ടും, കുറച്ചുകൂടി എക്സ്ട്രാ ബ്രൈറ്റ്നസ് കിട്ടും. അപ്പോൾ നിങ്ങളിപ്പോൾ TV 25,000 മുകളിൽ നിങ്ങൾ TV വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, QLED TV ഉള്ളത് നോക്കുക. ഇപ്പോൾ മോട്ടോറോയുടെയും അതേപോലെ തന്നെ TCLൻ്റെ ഒക്കെ QLEDയും അതേപോലെ തന്നെ ഗൂഗിൾ TV OS ഉണ്ട്, ആൻഡ്രോയിഡ് OS ഉണ്ട്. അതിൽ ഭയങ്കര സുപ്പീരിയർ ആയിട്ടുള്ള വേർഷനാണ് ഗൂഗിൾ TV. അതും ഒക്കെ വരുന്ന TV 25,000 ഉണ്ട്. അപ്പോൾ നിങ്ങൾ അങ്ങനത്തെ ഒരു TV എടുക്കുക. അടുത്ത് നമ്മൾ പറയാൻ പോകുന്നതാണ് മിനി LED മൈക്രോ LED നമുക്ക് ബേസിക്കലി സെയിം ആയിട്ട് പറയാം. ഈ നമ്മളിപ്പോൾ LCDയും QLEDയും പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു ബാക്കിൽ ഒരു ഫുൾ പാനൽ വെച്ചിട്ടാണ് ഇതിന് ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യണത്. അപ്പോൾ ഒരു ഇഷ്യൂ എന്താ വരുന്നത് വെച്ചാൽ, ഇമാജിൻ നിങ്ങൾക്കൊരു വെള്ള കുത്തുണ്ട്, അതിൻ്റെ ചുറ്റും ഫുൾ ബ്ലാക്കാണ്. അങ്ങനെ ഒരു ഇമേജ് നിങ്ങൾ സങ്കല്പിക്കുക. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഫുൾ ബാക്ക്ഗ്രൗണ്ട് നിങ്ങളൊരു TV 43 ഇഞ്ചാണെങ്കിൽ 43 ഇഞ്ചിനും ബാക്ക്ഗ്രൗണ്ടിൽ എന്തുണ്ട്, ഒരു ഭയങ്കര ബ്രൈറ്റ് ആയിട്ടുള്ള വൈറ്റ് ലൈറ്റ് ഉണ്ട്. അപ്പോൾ അതിനെ ഫിൽട്ടർ ഔട്ട് ചെയ്തിട്ടാണ് ബ്ലാക്ക് ആക്കാൻ നോക്കുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താ പ്രശ്നം വരിക വെച്ചാൽ ഒരിക്കലും നമുക്കൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള ബ്ലാക്ക് കിട്ടില്ല, ഒരു ഗ്രേഷ് കളറേ കിട്ടില്ല. ഇപ്പോൾ നിങ്ങൾ എസ്പെഷ്യലി നിങ്ങൾ രാത്രിയൊക്കെ യൂട്യൂബ് വീഡിയോ നിങ്ങൾ LCD ഫോൺ ഉണ്ടെങ്കിൽ അതിൽ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ അതിൽ നമ്മളെന്താ ഈ ഒരു ഇഷ്യൂ വരുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ നമുക്കൊരു നല്ല ബ്ലാക്ക് കിട്ടില്ല. ഇപ്പോൾ TV ഒക്കെ ആണെങ്കിൽ നിങ്ങൾ യൂഷ്വലി നമുക്ക് TV ആസ്പെക്ട് റേഷ്യോ വരുന്നേക്കാളും നീളത്തിലാണ് ഇപ്പോൾ സോണീൻ്റെ ഒക്കെ സിനിമകൾ വരുന്നത്. അപ്പോൾ അടിയിലും മുകളിലും ബ്ലാക്ക് ബാറിൽ നിങ്ങൾ രാത്രി ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഒരു ഗ്രേ കളറിൽ തിളങ്ങി നിൽക്കുന്നുണ്ടാവും. അപ്പോൾ ഈ ഒരു ഇഷ്യൂ സോൾവ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയൊരു ടെക്നോളജിയാണ് മിനി LED. ഇപ്പോൾ നമ്മൾ ആപ്പിളിൻ്റെ ഒക്കെ ഐപാഡിൻ്റെ ഒക്കെ ഡിസ്പ്ലേയിൽ വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഹൈ എൻഡ് ഗെയിമിംഗ് ലാപ്ടോപ്പിലും മാക്ബുക്കിലൊക്കെ മിനി LED ഡിസ്പ്ലേസ് വരുന്നുണ്ട്. മിനി LED ഡിസ്പ്ലേ പറഞ്ഞു വെച്ചാൽ നമ്മളൊരു വലിയൊരു സിംഗിൾ ബാക്ക് ലൈറ്റ് ഉപയോഗിക്കേണ്ട പകരം മൾട്ടിപ്പിൾ ചെറിയ ബാക്ക് ലൈറ്റ്സ് യൂസ് ചെയ്യുന്നതാണ്. അപ്പോഴും നമുക്കൊരു പെർ പിക്സൽ കളർ ഇല്ല. എന്നാലും ഇപ്പോൾ ഒരു 5x5 സെൻറ്റിമീറ്റർ ഉള്ളൊരു ഗ്രിഡാണ് ഒരു ലൈറ്റ് എന്നുണ്ടെങ്കിൽ അവിടെ ഒരു വെളിച്ചുണ്ടെങ്കിൽ അവിടെ മാത്രം ആ ബാക്ക് ലൈറ്റ് മാത്രമേ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ കുറേ ദൂരത്തുള്ള ബ്ലാക്ക് ലൈറ്റൊക്കെ എന്ത് പറ്റും, ബ്ലാക്ക് ആയിട്ട് തന്നെ നിൽക്കും. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ TVയുടെ എക്സാമ്പിൾ എന്ത് പറ്റും, ആ ഒരു ഇമേജ് കഴിഞ്ഞിട്ട് മേ ബി അതിൻ്റെ 4-5 സെൻറ്റിമീറ്റർ അടിക്കും കൂടി കുറച്ച് ചെറിയ ഗ്രേ കളർ ഉണ്ടാവും. പക്ഷെ അത് കഴിഞ്ഞിട്ടുള്ള പിക്സൽസ് എല്ലാം പ്യുവർ ബ്ലാക്ക് ആയിരിക്കും, കാരണം അവിടുത്തെ ലൈറ്റ്സൊക്കെ ഓഫ് ആയിരിക്കും. ഇനി ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ നമുക്ക് കുറേ കൂടി പ്യുവർ ബ്ലാക്ക് കിട്ടും. എന്നാൽ OLEDൻ്റെ അല്ലെങ്കിൽ മൈക്രോ OLEDിനൊന്നും വില ഉണ്ടാവില്ല. മൈക്രോ OLED ബേസിക്കലി സെയിം ടെക്നോളജിയാണ്. പക്ഷെ നമ്മൾ ഒരു TVയുടെ ബാക്ക് ലൈറ്റിനെ 100 തിരിക്കുന്ന പകരം 10,000 അല്ലെങ്കിൽ 1,000,000 ആയിട്ട് തിരിക്കും. അങ്ങനെ പറ്റുമ്പോൾ എന്താ വെച്ചാൽ നമുക്ക് കുറേയും കൂടി ഗ്രാനുലാർ കൺട്രോൾ കിട്ടും, കുറേയും കൂടി ബേസിക്കലി എന്താ വെച്ചാൽ നല്ല വെളിച്ചം കിട്ടും. പക്ഷേ എന്തുണ്ടാവില്ല, ഈ പറഞ്ഞ മേ ബി ഒരു മൗസ് കഴ്സറിൻ്റെ ഒക്കെ സൈസിലാണ് ഈ ഒരു ലൈറ്റ് പിക്ക് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ചുറ്റും അല്ലാതെ അതിൻ്റെ കുറച്ച് ദൂരത്തേക്ക് എന്ത് വരില്ല, നമുക്കൊരു ബ്ലൂമിങ് എഫക്റ്റ് ഒന്നും വരില്ല. ഈ മൈക്രോ OLED നമുക്ക് എവിടെ യൂസ് ചെയ്യുക വെച്ചാൽ, ഇപ്പോൾ നിങ്ങൾ ഈ ആപ്പിളിൻ്റെ വിഷൻ പ്രോ കണ്ടിട്ടുണ്ടാകും, അതേപോലെ തന്നെ ഈ വിയറബിൾ ഗോഗിൾസിലൊക്കെ
ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. കാരണം നമുക്ക് നല്ല ബ്രൈറ്റ്നസ് കിട്ടിയാലാണ് ഒറിജിനലായിട്ട് പെർസീവ് ചെയ്യാൻ പറ്റില്ല. അതേപോലെ തന്നെ ഭയങ്കര ഹൈ റെസൊല്യൂഷൻ വേണം. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഉള്ള OLED ടെക്നോളജി വെച്ചിട്ട് അത്ര ഹൈ റെസൊല്യൂഷൻ ഉണ്ടാക്കാനുള്ള കഴിവില്ല. പക്ഷെ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ മൈക്രോ OLED വെച്ചിട്ട് ആപ്പിൾ വിഷൻ പ്രോയും അല്ലെങ്കിൽ ഇപ്പോൾ മെറ്റിൻ്റെ ഒക്കെ പുതിയത് അങ്ങനെയാണ് വരുന്നത് പറയുന്നത്. അതിന് കാരണം. ഓക്കെ, അടുത്ത ടെക്നോളജിയാണ് OLED അല്ലെങ്കിൽ ഓർഗാനിക് ലൈറ്റ് ഡയോഡ് എന്ന് പറഞ്ഞത്. ഇതുവരെ നമ്മൾ പറഞ്ഞ ടെക്നോളജിനൊക്കെ കുറച്ചുകൂടി ഡിഫറെൻ്റ് ആയിട്ടുള്ള സാധനമാണ്. ഇത്രയും കാലം നമ്മൾ പറഞ്ഞത് നമ്മൾ കളർ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഒരു ലെയർ ഫ്രണ്ടിലും അതിൻ്റെ ബാക്കിൽ ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വെള്ള ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സെറ്റപ്പ് ആയിരുന്നല്ലോ. OLED അല്ലെങ്കിൽ AMOLED അല്ലെങ്കിൽ POLED ഈ പറഞ്ഞ ടെക്നോളജീസിലൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഓരോ ഇൻഡിവിജ്വൽ പിക്സലാണ് ലൈറ്റ് അപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ നമുക്കൊരു കളർ കാണുന്നതിനും ഇതായിട്ട് ബാക്കിൽ 3 കളർ ഉണ്ടാവും, RGB. അപ്പോൾ ഈ ഓരോ RGB എത്ര വെളിച്ചം ഉണ്ടാക്കണം എന്നനുസരിച്ച് നമുക്കതൊരു കളറായി കാണും. അപ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെർഫെക്റ്റ് ബ്ലാക്ക്സ് ആയിരിക്കും. അതായത് നമ്മളൊരു പിക്സൽ കത്തുണ്ട്, അപ്പുറത്തെ പിക്സലിൽ കത്തില്ലെങ്കിൽ ഇപ്പുറത്ത് പക്ക വൈറ്റ് അപ്പുറത്ത് പക്ക ബ്ലാക്ക് എന്നുള്ള ഇതായിരിക്കും. പിന്നെ രണ്ടാമത്തെ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഭയങ്കര സാച്ചുറേഷൻ അല്ലെങ്കിൽ ഒരു ലൈവ്ലിനെസ് കൂടുതലായിരിക്കും. അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് ഒരു LCD ഡിസ്പ്ലേ വെച്ച് നോക്കിയാൽ മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. കാരണം എന്താ വെച്ചാൽ നമ്മളിപ്പോൾ LCDയിൽ നമ്മൾ നല്ല ബാക്കിൽ നല്ല ബ്രൈറ്റ് ലൈറ്റ് അടിക്കുന്നു. അത് 4 or 5 ലെയർ കടന്നിട്ടാണ് വരുന്നത്. അങ്ങനെ കടന്ന് വരുമ്പോഴേക്കും അതൊരു വാഷ്ഡ് ഔട്ട് ആയില്ല. ലൈക്ക് ഒന്ന് ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി കുറയും, അത് കുറഞ്ഞില്ലെങ്കിലും ലൈക്ക് ഒരു ഇപ്പോൾ റെഡ് കളർ ഉണ്ടായി കഴിഞ്ഞാൽ അതൊരു ബ്ലൂ ഫിൽറ്റർ കൂടെ വരുമ്പോൾ അതിൻ്റെ ഇൻറ്റൻസിറ്റി കുറച്ച് കുറയും. അങ്ങനെ ഒരു സാച്ചുറേഷൻ കുറഞ്ഞ ഇമേജാണ് ഈ പറഞ്ഞ ഇതിന് മുന്നത്തെ ലേയേഴ്സിനെല്ലാം കിട്ടുക. അപ്പോൾ അത് ഒഴിവാക്കിയിട്ട് ഇതിലെന്ത് ചെയ്യാണ്, അങ്ങനത്തെ ലേയേഴ്സൊന്നും ഇല്ലാത്തത് കൊണ്ട് ഉണ്ടാക്കുന്ന ലൈറ്റ് നമുക്ക് ക്ലിയർ ആയി കാണാൻ പറ്റും. ഇതിൻ്റെ ലൈക്ക് ബേസിക്കലി ഇപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഒരുവിധം എല്ലാ ഹൈ എൻഡ് സാധനങ്ങളിലും OLED ഡിസ്പ്ലേസ് ആകും. ലാപ്ടോപ്പിലാണെങ്കിലും ഫോണിലാണെങ്കിലും TV-യിലാണെങ്കിലും മോണിറ്ററിലാണെങ്കിലും ഒക്കെ ഈ OLED ടെക്നോളജീസ് ഉണ്ട്. ഇനി ഇതിന് ഉള്ള കുറച്ച് ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. ഒന്ന് എന്താ വെച്ചാൽ എക്സ്പെൻസീവ് ആണ് ഉണ്ടാക്കാൻ. 2 ബേണിൻ എന്ന് പറഞ്ഞ ഇഷ്യൂ കുറേ കാലമായിട്ടുണ്ടായിരുന്നു. ബേണിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പിക്സൽ കണ്ടിന്യൂസ് ആയിട്ട് ഒരേ സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു മെനു ബാർ എപ്പോഴും വെള്ള കളറായിട്ട് കത്തി നിന്ന് കഴിഞ്ഞാൽ ആ കളർ അവിടെ തന്നെ ലൈക്ക് അവിടെ നിൽക്കാൻ കഴിയും. മേ ബി ഒരു പിക്സൽ കേട് വരുന്ന പോലെ വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ ഒരു ഗ്രേ കളർ അവിടെ ഉണ്ടെങ്കിൽ ആ ഗ്രേ കളർ അവിടെ നിങ്ങൾ TV ഓഫ് ആക്കിയാലും ഓൺ ആക്കിയാലും ആ ഒരു ഫോട്ടോ മാറ്റിയാലും ഒക്കെ വരുന്നൊരു എഫക്റ്റ്. അപ്പോൾ ഇപ്പോൾ ബേസിക്കലി അത് കുറേയൊക്കെ കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഒരു നോൺ ഇഷ്യൂ ആണ്. ഞാൻ അടുത്ത കാലത്തൊന്നും ലാപ്ടോപ്പിലോ TV-യിലോ ഒന്നും കേട്ടിട്ടില്ല. അതൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ വേറെ മെയിൻ ഇഷ്യൂ ആയിരുന്നു ബ്രൈറ്റ്നസ്. ഇപ്പോൾ ഈ അടുത്ത കാലത്താണ് നമ്മൾ ഇത്രയും ബ്രൈറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ 1000 അല്ലെങ്കിൽ 1500 നിറ്റ്സൊക്കെ ഉള്ള ഫോൺ ഡിസ്പ്ലേസ് തന്നെ ഉണ്ടായിട്ട് നമുക്ക് ബേസിക്കലി ഒരു 4-5 കൊല്ലമായിട്ടേ ഉള്ളൂ. അപ്പോൾ അതിന് മുന്നൊക്കെ എന്താ വെച്ചാൽ OLED ഡിസ്പ്ലേ നല്ല സാച്ചുറേഷനൊക്കെ ഉണ്ടെങ്കിലും നമുക്കൊരു ബ്രൈറ്റ്നസ് കുറവായിരിക്കും. അപ്പോൾ എസ്പെഷ്യലി ഇപ്പോൾ TV ഒക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രൈറ്റ് ലൈറ്റ് ഉള്ള റൂമിൽ TV ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുള്ള സാധനമായിരുന്നു. അതേപോലെ തന്നെ വേരിയബിൾ റിഫ്രഷ് റേറ്റ് എന്ന് പറഞ്ഞ ടെക്നോളജി ഉണ്ട്. അതായത് ലൈക്ക് നമ്മളിപ്പോൾ ഗെയിം കളിക്കുമ്പോൾ സ്ക്രീൻ ടിയറിങ് വരാതെ നമുക്ക് ഗെയിം കളിക്കാൻ വേണ്ടിയിട്ട് അതായത് ലൈക്ക് ഇപ്പോൾ മേ ബി ഇപ്പോൾ ഒരു 30 FPS അത് കഴിഞ്ഞ് 40 FPS ആകുമ്പോൾ നമുക്കൊരു റിഫ്രഷ് റേറ്റും നമ്മുടെ മോണിറ്റർ എത്ര ഇതാവുന്നുള്ളൂ ഗെയിം എത്ര FPS തരുന്നു എന്നുള്ളൊരു മിസ്മാച്ച് വരുമ്പോൾ സ്ക്രീൻ ടിയറിംഗ് എന്ന് പറയും. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ അങ്ങനെ കൈ ഇങ്ങനെ വെക്കുകയാണെങ്കിൽ ഈ കൈ ഇങ്ങനെ നീക്കുകയാണ്. അപ്പോൾ ഒരു ഫ്രെയിമിൽ ഇത് റെൻഡർ ചെയ്യേണ്ട ഉള്ളിൽ തന്നെ ഈ കൈയിൻ്റെ കുറച്ച് എവിടെയും ബാക്കി എവിടെയും വന്നാൽ ലൈക്ക് കൈ മുറിഞ്ഞ് കുറച്ച് നീങ്ങിയ പോലെ അങ്ങനെ വരാൻ സ്ക്രീൻ ടിയറിംഗ് എന്ന് പറയുക. അപ്പോൾ ഈ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അത് ലൈക്ക് എങ്ങനെയാണ് ഈ ബ്രൈറ്റ്നസ് ഉണ്ടാക്കണത് എന്നുള്ളതിനൊരു ഇഷ്യൂ ആണ്. അപ്പോൾ അതും ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്കൊരു ഫ്ലിക്കറിങ് എന്നുള്ള ഇഷ്യൂ ഉണ്ട്. അതായത് നമ്മളിപ്പോൾ LCD-യിലൊക്കെ നമ്മൾ എങ്ങനെയാ വെച്ചാൽ ബ്രൈറ്റ്നസ് കൺട്രോൾ ചെയ്യുന്നത് ആ ഒരു ബാക്കിലെ വലിയ ലൈറ്റിക്ക് ബാക്ക് ലൈറ്റിക്ക് എത്ര വെളിച്ചം കൊടുക്കണമെന്നനുസരിച്ചാണ്. നമ്മൾ കുറേ ബ്രൈറ്റ്നസ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് പറ്റും, നല്ല വെളിച്ചം വരും. എന്നാൽ കുറച്ച് വോൾട്ടേജ് കുറച്ച് കഴിഞ്ഞാൽ ബ്രൈറ്റ്നസ് കുറയും. നേരെ മറിച്ച് ഈ OLED എന്ന് പറഞ്ഞ ഓരോ ഇൻഡിവിജ്വൽ പിക്സൽ ആയതുകൊണ്ട് അതിലേക്ക് ഒരു ഇൻഡിവിജ്വൽ പിക്സലിന് ഫിക്സ്ഡ് എമൗണ്ട് ഓഫ് ലൈറ്റ് വോൾട്ടേജ് നമുക്ക് കൊടുക്കാൻ പറ്റില്ല. LED ആണല്ലോ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ലൈക്ക് ഓൺ ഓഫ് ചെയ്യും. പെട്ടെന്ന് ഓൺ ഓഫും ചെയ്യുമ്പോൾ ലൈക്ക് എഫക്റ്റീവ്ലി നമുക്ക് അതിൻ്റെ ബ്രൈറ്റ്നസ് കുറഞ്ഞു തോന്നും. പക്ഷേ സെൻസിറ്റീവ് ആയിട്ടുള്ള പീപ്പിൾസ് ലൈക്ക് എല്ലാവർക്കും മേ ബി തോന്നില്ല. ഇപ്പോൾ എനിക്ക് OLED-ന് ഫ്ലിക്കറിങ് ഇഷ്യൂ ഇതുവരെ തോന്നിയിട്ടില്ല. എൻ്റെ കുറച്ച് ചീപ്പായിട്ടുള്ള OLED ഡിസ്പ്ലേ ഉള്ള ഫോണാണ്, എനിക്ക് ഫ്ലിക്കറിങ് ഇഷ്യൂ ഇതുവരെ തോന്നിയിട്ടില്ല. പക്ഷേ ചിലവർക്ക് അത് കുറച്ചും കൂടി സെൻസിറ്റീവ് ആണ്. അവർക്ക് രാത്രി നല്ല ലോ ബ്രൈറ്റ്നസ്സിൽ ഹൈ ബ്രൈറ്റ്നസ് വരുമ്പോൾ ഈ ഇഷ്യൂ വരില്ല. കാരണം ഹൈ ബ്രൈറ്റ്നസ് എന്ന് പറയുമ്പോൾ മോസ്റ്റ് ഓഫ് ദ ടൈം എന്താവും, നമ്മൾ ഈ ഒരു പിക്സൽ ഓൺ ആയിരിക്കുമല്ലോ. അങ്ങനെ എല്ലാ സമയത്തും എന്ത് പറ്റും, ഈ പറഞ്ഞ ലൈക്ക് നമുക്കൊരു തലവേദനയൊക്കെ തോന്നും, ലൈക്ക് മൈഗ്രെയിൻ വരാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇപ്പോൾ കുറച്ച് ടെക്നോളജി ഒക്കെ വന്നിട്ടുണ്ട്, അത് കുറയ്ക്കാൻ വേണ്ടി അത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ അതുമാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഡിഫറെൻറ്റ് മെയിൻ ആയിട്ടുള്ള ഇപ്പോഴത്തെ ടെക്നോളജീസ്. ഇനി ഇതിൻ്റെ എല്ലാം കൂടി ഒരു ബേസിക്കലി ഒരു മെട്രിക്സ് പോലെ എന്തൊക്കെയാണ് ഫീച്ചേഴ്സ്, എന്തൊക്കെയാണ് സ്റ്റാറ്റ്സ് എന്നുള്ളത് ഞാൻ ഒരു ടേബിളാക്കി ഇടാം. അത് നോക്കിക്കോളൂ നിങ്ങൾക്ക് നോക്കാൻ വേണ്ടിയിട്ട്. ഇനി സജഷൻസ്, നിങ്ങൾക്ക് നിങ്ങളുടെ റേഞ്ചിൽ നിങ്ങൾ മീഡിയ യൂസിനാണെന്ന് നോക്കിയാൽ
നിങ്ങൾക്കൊരു നിങ്ങളുടെ റേഞ്ചിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും OLED വാങ്ങിക്കുക. എക്സെപ്റ്റ് ഫോർ ഇപ്പോൾ ഈ സെൻസിറ്റീവ് ആൾക്കാരൊക്കെ പറഞ്ഞവരാണെങ്കിൽ പോലും ഇപ്പോഴത്തെയൊക്കെ ഡിസ്പ്ലേസ് നല്ല PWM ഡിമ്മിങ് ഒക്കെ തന്നെ കൊണ്ട് നല്ല ബ്രൈറ്റ്നസ്സൊക്കെ കിട്ടുന്നതാണ്. അതേപോലെ തന്നെ ലൈക്ക് നല്ല ലോ ബ്രൈറ്റ്നസ്സിലും എല്ലാം ഫ്ലിക്കറിങ് കുറവുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് ഒരു OLED ഡിസ്പ്ലേ കിട്ടുമെങ്കിൽ, നിങ്ങൾക്ക് മീഡിയയാണ് ഏറ്റവും പ്രധാനം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ OLED ഡിസ്പ്ലേ ഉള്ളത് വാങ്ങിക്കുക. നിങ്ങൾ ബഡ്ജറ്റിലാണെങ്കിൽ ഇപ്പോൾ ടിവിയുടെ കാര്യമൊക്കെ ആണെങ്കിൽ QLED വാങ്ങിക്കാൻ നോക്കുക. ഇല്ലെങ്കിൽ ഫാൾ ബാക്ക് ആയിട്ട് എന്ത് ചെയ്യുക, LCD വാങ്ങിക്കുക. എന്ത് വന്നാലും TN പാനൽ വാങ്ങിക്കാണ്ടിരിക്കുക. സിമ്പിളാണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അടുത്ത വീഡിയോയിൽ നമുക്ക് എന്തൊക്കെ സംസാരിക്കാന്ന് വെച്ചാൽ ബ്രൈറ്റ്നസ്സിൽ തന്നെ ഇപ്പോൾ എങ്ങനെ 2000 നിറ്റ്സ് പീക്ക് ബ്രൈറ്റ്നസ്സും 6000 നിറ്റ്സ് പീക്ക് ബ്രൈറ്റ്നസ്സും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, ലൈക്ക് ഏതാണ് നല്ലത്. ശരിക്കും ആക്ച്വലി നമ്മൾ വിചാരിക്കുന്നില്ല 6000 നിറ്റ്സിനേക്കാളും നല്ലത് ചിലപ്പോൾ 2000 നിറ്റ്സ് ആയിരിക്കും. അതെങ്ങനെയെന്നും അതേപോലെ തന്നെ ഇപ്പോൾ ഡോൾബി വിഷൻ അല്ലെങ്കിൽ HDR10+ എന്നൊക്കെ കാണുന്നത് എന്താണെന്നും വേരിയബിൾ നിങ്ങൾ മോണിറ്ററൊക്കെ വാങ്ങിക്കുമ്പോൾ കണ്ടിട്ടുണ്ടാവും AMD FreeSync അല്ലെങ്കിൽ NVIDIA G-Sync ഒക്കെ ഉണ്ട്, സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതൊക്കെ എന്താണെന്നും അതേപോലെ തന്നെ ഫ്രെയിം റേറ്റ്, ടച്ച് റെസ്പോൺസ്, PWM ഡിമ്മിങ്, DCM ഡിമ്മിങ്, ഇതൊക്കെ എന്താണെന്ന് നോക്കാം. അപ്പോൾ അതൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ഞങ്ങളുടെ വാട്സപ്പ് ചാനലിൻ്റെയും ടെലിഗ്രാം ചാനലിൻ്റെയും ലിങ്ക് അടിയിലേക്ക് ഇടാം. ഞങ്ങൾ ഇതേപോലത്തെ ടെക് ന്യൂസും കാര്യങ്ങളൊക്കെ അതിൽ ഡെയിലി അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾ ടെക് ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് അത് ഹെൽപ്ഫുൾ ആയിരിക്കും. താങ്ക് യു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.